കൊല്ലം നഗരമധ്യത്തിൽ 2 കൊലപാതകങ്ങൾ നടത്തിയത് സീരിയൽ കില്ലർ ആണോ എന്ന് സംശയം. ഏപ്രിൽ 19-നാണ് കല്ലുവാതുക്കലിൽ ഒരു വയോധികനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. മെയ് 25-ന് കമ്മീഷണർ ഓഫീസിന് സമീപം വയോധികനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ആദ്യ കൊലപാതകവും രണ്ടാമത്തെ കൊലപാതകം തമ്മിൽ ചില സമാനതകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തുന്നു. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ചേരുകയാണ്. സൂര്യഗായത്രി, പോലീസ് ഇതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായങ്ങൾ പറഞ്ഞോ? SKN പോലീസിന് ഈ 2 കൊലപാതകങ്ങളും സംബന്ധിച്ച് ചില സംശയങ്ങളാണ് ഉള്ളത്. അതായത് 2 കൊലപാതകങ്ങളും ഒരേ രീതിയിലാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഏപ്രിൽ 19-നാണ് കല്ലുവാതുക്കലിൽ വയോധികനെ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന് മുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. തലയിൽ നിന്നും ചോര വാർന്നാണ് മൃതദേഹം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയ് 25-നാണ് കൊല്ലം നഗരമധ്യത്തിൽ കമ്മീഷണർ ഓഫീസിന് സമീപം ഒരു വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് ഈ കഴുത്തിൽ തോർത്ത് മുറുക്കി കൊലപ്പെടുത്തിയ രീതിയിലാണ് മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മരിച്ച 2 പേരും ഈ തെരുവോരങ്ങളിൽ അലഞ്ഞ് നടക്കുന്നവരാണ്. കടവരാന്തകളിലും മറ്റും അന്തി ഉറങ്ങുന്ന 2 പേരാണ് ഈ മരിച്ചിട്ടുള്ളത്. ഇവരിൽ 2 പേരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരാളാണ് എന്നുള്ള സംശയമാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. കൊല്ലം നഗരമധ്യത്തിൽ കൊലപ്പെടുത്തിയത് ഒരു തമിഴ്നാട് സ്വദേശിയാണ് എന്നുള്ളത് പോലീസ് ഒരു പ്രാഥമിക നിഗമനത്തിൽ കണ്ടെത്തുകയുണ്ടായി. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് അത്തരത്തിലൊരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത്. പാരിപ്പള്ളിയിലും കല്ലുവാതുക്കലിലും ഇത്തരത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് ഇതേ തമിഴ്നാട് സ്വദേശിയുടെ സാന്നിധ്യം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ഈ 2 കൊലപാതകങ്ങളും നടത്തിയിരിക്കുന്നത് ഒരാളാണ് എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. കൊലപാതകി ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരു കൊലപാതകം നടന്നത് അത് ഏപ്രിൽ 19-നാണ്. മറ്റൊന്ന് നടന്നിരിക്കുന്നത് മെയ് 25-നാണ്. ഇതുവരെയും പോലീസിന് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കൊല്ലം നഗരമധ്യത്തിൽ കൊലപാതകം നടന്നു എന്ന് പറയുന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും അതിൽ നിന്ന് പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പോലീസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും സമാന രീതിയിൽ കൊലപാതകങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് ഒരേ ആളാണ്. അങ്ങനെയെങ്കിൽ ഈ തെരുവോരങ്ങളിൽ കിടന്നുറങ്ങുന്നവരെ കൊലപ്പെടുത്തുന്ന രീതി അവലംബിക്കുന്ന ഒരു സീരിയൽ കില്ലർ ഉണ്ടായേക്കാം എന്നുള്ള ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് തുടർ അന്വേഷണം പോലീസ് നടത്തും എന്നുള്ളത് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു സൂര്യഗായത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.